ഈ മുണ്ടെന്നെടുത്തോട്ടെ നീ കാര്യം പറ. ഈ കല്യാണം നടക്കില്ല. എന്ത്? അഞ്ജലിയെ വിനുവിന് കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തൊക്കെയാ നീ പറയുന്നേ? അച്ഛാ, ഞാൻ നിങ്ങളുടെ മകനാണ്. അപ്പൊ എനിക്കുണ്ട് ഈ വീട്ടിൽ ചില അവകാശങ്ങളും അധികാരങ്ങളും ഒക്കെ. അത് അഞ്ജലിയുടെ കാര്യത്തിലുണ്ട്. അവകാശവും അധികാരവും ഉണ്ടെന്ന് പറഞ്ഞോണ്ടായില്ല. സ്നേഹം വേണം, ബോധവും വേണം. അവസാന നിമിഷം എന്തുണ്ടായിട്ടാ ഈ കല്യാണം വേണ്ടെന്ന് നീ പറയുന്നത്? അത് ഒരച്ഛന്റെ മുഖത്ത് നോക്കി എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ നിന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറ. കാര്യമുണ്ട്, പക്ഷെ അത് എന്നോട് ചോദിക്കരുത്. ഏട്ടാ, ഇത് പാരമ്പര്യമാണ്. നമ്മുടെ കല്യാണത്തിന് എന്റെ ഏട്ടന്മാർ ഇങ്ങനെ തന്നെയായിരുന്നില്ലേ? ഓ, ഇത് അതൊന്നും അല്ല. പിന്നെ നിനക്ക് ഭ്രാന്തായ? അച്ഛാ, ഞാൻ അടിച്ചിട്ടില്ല. അതാ കുഴപ്പം. രണ്ടെണ്ണം അടിക്ക്, അപ്പൊ നീ നോർമലാവും. ആദ്യത്തെ ആവേശം കണ്ടപ്പോഴേ എനിക്കറിയായിരുന്നു. അളിയനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു, അവന്റെ അമ്മൂമ്മയുടെ കൊണ്ടൊന്നും പറയരുത്. ആരെതിർത്താലും എന്റെ പെങ്ങളുടെ കല്യാണം ഞാൻ നടത്തില്ല. കല്യാണം നടത്തില്ല എന്ന് ചുമ്മാ പറഞ്ഞാ പോരാ. കാര്യം എന്താന്ന് എനിക്കറിയണം. അവൻ വെള്ളം ഒഴിക്കും. ആനന്ദേട്ടൻ ഒടിക്കുമല്ലോ. അവന് വേറൊരു പ്രേമമുണ്ട്. ഉണ്ട്, ആനന്ദേട്ടനല്ലേ പറഞ്ഞേ. അത് മാത്രമല്ല, ഇതിനേക്കാൾ വിരൂപമായൊരു മുഖം അവനുണ്ട്. ഞാൻ സഹിച്ചു. പറയുന്നേക്ക് മോളെ, നമുക്ക് കല്യാണം വേണ്ട. എനിക്ക് വേണം. ഓഹോ, എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം ഈ കല്യാണം ഞാൻ സമ്മതിക്കില്ല. എന്നാ ഞങ്ങൾ ഒളിച്ചോടും. എന്ത്? ആ ചേട്ടാ, ഒന്ന് ഫേഷ്യൽ ചെയ്യണം. ഫേഷ്യലോ? ഏത് ഫേഷ്യലാ വേണ്ടേ? ഏതൊക്കെയുണ്ട് ഇവിടെ? പപ്പായ, ഗോൾഡ്, ഡയമണ്ട്, പേള്, നന്നാറി, നറുനണ്ടി, മാമ്പഴം, സാത്തുക്കുടി, മൗണ്ട് എവറസ്റ്റ്, സൽമാൻ ഖാൻ വരെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടേ? ഇതെന്ത് കുലുക്കി കടേ? അതൊന്നും വേണ്ട. ഇത് മായുന്ന ഫേഷ്യൽ ഏതാ അതങ്ങ് ചെയ്താൽ മതി. ഇതെന്ത് പറ്റിയതാ? വെഡിങ് ഗിഫ്റ്റ് ആളിയും കൊടുത്താ. ഇതിപ്പോ നമുക്ക് പപ്പായ ഫേഷ്യൽ ചെയ്തിട്ടേ നന്നായിട്ട് പൊട്ടിയിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഫേഡായി കിട്ടും. പക്ഷെ ഇനി ഇതുപോലെ വെഡിങ് ഗിഫ്റ്റ് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിനക്ക് ആനന്ദനെ അറിയാമോ? ചാമ്പയ്ക്ക അഞ്ജലി. വിനോട്ട, എനിക്കെന്തോ ടെൻഷൻ പോലെ. ആനന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചോ? നീ ടെൻഷൻ അടിക്കാതിരി, വെളുത്തിട്ട് ബാറുന്ന ക്രീം ഉണ്ടോ? കൂടെ ഞാൻ ഇല്ലേ. ആനന്ദേട്ടാ, എനിക്ക് പറയാനുള്ളതും കൂടി കേൾക്കാമോ? വിനുവായിട്ടുള്ള ബന്ധമൊക്കെ ആനന്ദേട്ടന്റെ തോന്നല, സത്യം അതൊന്നും അല്ല. ഞാൻ പറയുന്നു. ഉപദേശ വലിച്ചു കെട്ടിക്കോ. കത്രീന വന്നാലും കുലുങ്ങരുത്. നേരം കുറെ ആയല്ലോ, പോയി കഴുകടേ. അത് കഴുകിയ അടി കിട്ടിയ പാടെല്ലാരും കാണും. സാറേ ഞാൻ വന്നു. ആ കൈ ഒന്ന് നീട്ടിക്കേ. നീട്ടിക്കാനേ എങ്ങനുണ്ട്? അയ്യപ്പനെ കണ്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. ശ്രീകോവിലിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ കിട്ടിയ 2 മിനിറ്റിൽ 1.25 മിനിറ്റും ഞാൻ വിനുസാറിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അത് നന്നായി. മലയ്ക്ക് പോയിട്ട് വന്നിട്ട് ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്നറിയാമോ? എന്താ? ആനന്ദന്റെ വീട്ടിൽ പോയി അച്ഛനോട് സാറ് പറഞ്ഞ എല്ലാ വേണ്ടാതിനും പറഞ്ഞു. പിന്നെ സാറ് 2 എണ്ണം കയ്യിൽ നിന്നിടാനല്ലേ പറഞ്ഞത്, ഞാൻ 4 എണ്ണം കയ്യിൽ നിന്നിട്ടു. നിന്നോട് ആരാണ് പോകുന്നത്? അവിടെ പോയി പറയാൻ പറഞ്ഞത് വിനു സാറ്. അയ്യോ, ആനന്ദേട്ടൻ്റെ അച്ഛൻ. ഇയാളോട് ഞാൻ എന്ത് പറയും? അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് മുട്ടാം, അതാ ഒരു മര്യാദ. സൗകര്യമില്ല, വിളിപ്പിച്ചെന്തിനാന്ന് പറ. തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞപ്പോ അവൾക്ക് ഇവിടെ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ടായിരുന്നു. മാപ്പ് പറഞ്ഞ അവളെ തിരിച്ചു വിളിച്ചോണ്ട് പോയതൊക്കെ വെറും നാടകമായിരുന്നല്ലേ? എന്താ നിന്റെ ശരിക്കുള്ള പ്രശ്നം? അവക്കൊരു കാമുകനുണ്ട്. ഇത് തന്നെയാണല്ലോ നീ പണ്ടും പറഞ്ഞു നടന്നിരുന്നത്. പഴയ കാമുകൻ തന്നെയാണ് ഇപ്പോഴത്തെ കാമുകനും. നീ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. നിനക്ക് എന്റെ മോളെ ഉപദ്രവിക്കാൻ ഒരു കാരണം വേണം. അതിനുവേണ്ടി നീ ഉണ്ടാക്കിയ കഥകളാ ഇതൊക്കെ. ആണോ? ആ, നിനക്കേ സംശയം മൂത്ത് പ്രാന്തായതാ. ദാ കണ്ടോ, ഇതാണ് നിങ്ങളുടെ മോളുടെ കാമുകൻ. ഇവനെ ഞാൻ എവിടെയോ. അയ്യോ, ആനന്ദഭവൻ.
ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ വർക്കാവില്ല. എന്താ അച്ഛാ? ആ കുഞ്ഞുണ്ണിക്ക് വിനുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. എന്താ? അല്ല, അവന് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഇവിടെ ഒന്ന് കള്ളം പറയുമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അങ്ങനെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എന്റെ സ്വഭാവം മാറിയാനെ. കുഞ്ഞുണ്ണിക്ക് ചെറിയ ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നങ്ങ് പറഞ്ഞാൽ മതി, അപ്പ സോൾവ് ആവും. ദാ നോക്ക്. ഓഹോ, അപ്പൊ നിങ്ങൾക്കറിയാം, അറിഞ്ഞുകൊണ്ടാണ് എന്നോട് ഈ ചതിയൊക്കെ അല്ലേ? നീ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ തന്നെ അറിയുന്ന കഴിഞ്ഞ ദിവസമാണ്. ഒരു ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടാണ്. ദാ നോക്ക്. കേസ് ഇമ്പോർട്ടന്റ്. അവന് കുട്ടികളുണ്ടാവില്ല. ഉപദ്രവിക്കരുത്. ഇപ്പോഴാണ് അച്ഛാ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുന്ന. ഇതാണ് അവന്റെ കുഴപ്പം. എന്താ പറഞ്ഞത്? നീ കമ്പനിയിൽ നടത്തിയ കോടികളുടെ തിരിമറി, അതിന്റെ പേരിലുള്ള പോലീസ് കേസ്, പിന്നെ വ്യാജ പാസ്പോർട്ട് എടുത്ത് ഏതോ ഒരു സ്ഥലമുണ്ടല്ലോ, നമീബിയ. അമീബിയ, അത് തന്നെ, അവിടത്തേക്ക് കടക്കാൻ ശ്രമിച്ചത്. പിന്നെ 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 നിന്റെ കമ്പനി MD-യുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് ഉടുതുണിയില്ലാതെ കയ്യോ. സാറ് 2 കൈന്നല്ലേ പറഞ്ഞത്, ഞാൻ 4 ഇട്ടിട്ടുണ്ട്. ഇതാണോ നാറി നീ കൈ നട്ട നാരണം? പറവിന് നിന്റെ കമ്പനിയിലെ സ്റ്റാഫ് ഈ കല്യാണത്തിന് കാരണക്കാരനായി ഒരുത്തൻ കല്യാണത്തിന് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അതിൽ സത്യമല്ലേ? പറ, പറയാൻ. അച്ഛാ, ഈ കല്യാണം നടത്തരുത്. ഓഹോ, നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലടാ. ഇത് കണ്ടോ, ഇവന് കുട്ടികളുണ്ടാവില്ല അച്ഛാ, കുട്ടികള്. നമ്മുടെ അഞ്ജലി ഇവനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോലും ഇപ്പൊ ഞാനുണ്ടല്ലോ. പക്ഷെ അഞ്ജലിയെ ഇവന് കൊടുക്കരുത്. ഈ പൊട്ടൻ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ്. എന്താ വിനു ഇത്? ഹലോ പന്തൽമണി, നിർത്തിക്കോ. അച്ഛാ, കേരളത്തിൽ ഇങ്ങനെ ഒരു ലാബേ ഇല്ല. ഉണ്ട്. അച്ഛൻ കേരളത്തിൽ എവിടെയെങ്കിലും ഉഷ്ണമൂല എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. അച്ഛൻ ഈ ഫോൺ നമ്പർ കണ്ടോ? 8 ഉള്ളൂ. ലാൻഡ് ലൈൻ ഫോൺ ആയിരിക്കും. ഏത് 2255? അച്ഛാ, ലാൻഡ് ഫോൺ നമ്പർ 7 അല്ലേ ഉള്ളൂ. അതെ. അച്ഛൻ ഈ അഫിലിയേഷൻ നമ്പർ ശ്രദ്ധിച്ചോ? KL07DC369. ഇത് മമ്മൂക്കയുടെ വണ്ടി നമ്പർ അല്ലേ? ഫ്രോഡ് റിപ്പോർട്ട്. ഇറങ്ങടാ വെളിയിൽ. ഞാൻ ഒരു കല്യാണം മുടക്കാൻ നീ ഇത്ര തരംതാഴൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇനി നീ കോമ്പൗണ്ടിനകത്ത് കടന്നു പോകരുത്. അച്ഛാ, ഇവൻ പറയുന്നത് ഓടാ. മോഹൻലാലും മമ്മൂട്ടിയും. അച്ഛ കുഞ്ഞുണ്ണി, എല്ലാം എനിക്ക് മനസ്സിലായി മോനെ. അവനും ആനന്ദനും ഫ്രണ്ട്സ് അല്ലേ? അതെ. അതും ഇതുപോലെ അവന്മാരുടെ പ്ലാനിങ്ങാ. നമ്മൾ സൂക്ഷിക്കണം. സോറി മോനെ, സോറി. ഇറ്റ്സ് ഓക്കേ അച്ഛാ. പന്തലുമണി നടക്കട്ടെ, പന്തലുമണി. അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം.